question. If A is a 5 by 5 real matrix with a trace is 15 and if 2 and 3 are eigenvalues of A, each with algebraic multiplicity 2, then the determinant of A is equal to, four options are given by 0, 24, 120 and 180. ഇവിടെ ഈ നമുക്ക് ക്വസ്റ്റ്യൻസിൽ തന്ന ഡാറ്റാസ് ഒന്ന് ട്രേസ് 50 ആണ്, രണ്ട് 2, 3 ഇവര് രണ്ടാളും ഐഗൺ വാല്യൂ ആയിട്ട് വരുന്ന ഓരോന്നിന്റെയും ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 2 ആണ്. ദാറ്റ് മീൻസ് algebraic multiplicity of 2 is 2 and algebraic multiplicity of 3 is also 2 and trace of A is 15. Trace is 15. So we are given that algebraic multiplicity of 2 is 2. Algebraic multiplicity of 3 is also 2 and trace of A is 15. Algebraic multiplicity of 2 ആണെന്ന് പറഞ്ഞാൽ 2 രണ്ട് തവണ റൂട്ട് ആയിട്ട് വരും. 2 എന്നുള്ള രണ്ട് ഐഗൺ വാല്യൂസ് വരും. അതേപോലെ algebraic multiplicity of 3 ആണെന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറഞ്ഞാൽ 3യുടേതും രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് വരും. ഇനി നമുക്കൊരു 5 by 5 മാട്രിക്സ് ആയതുകൊണ്ട് ഒരു ഐഗൺ വാല്യൂവും കൂടി ഉണ്ടായിരിക്കും. അയാൾ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനുള്ള മറ്റൊരു ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാരും കൂടെ സം ചെയ്താൽ ഇഫ് 2 plus 2 plus 3 plus 3 plus some quantity will be equal to 15. ഐഗൺ വാല്യൂസിന്റെ സം ആണ് ട്രേസ് 15 ആണെന്ന് ഗിവൺ ആണ്. അപ്പൊ 2ഉം 2ഉം 4 വരും, 4ഉം 6ഉം 10 വരും, 10ഉം 5. So the remaining eigen value is remaining eigen value is 5. Hence determinant is equal to the product of eigen values, which is equal to 2 into 2 2 into 2 into 3 into 3 into 5. So this will be equal to 180 and option D is true. നമുക്ക് ഇവിടെ ഐഗൺ വാല്യൂസ് ട്രേസും ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ഫിഫ്ത്ത് ഐഗൺ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തു. അതിന്റെ പ്രൊഡക്റ്റ് ആണ് ഡിറ്റർമിനന്റ്. സോ ഡിറ്റർമിനൻസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 180. Question. Let V be the set of all polynomials of degree less than or equal to 2 and define a linear transformation T from V to V by T of P of X is equal to P of 1 plus P of 2X plus P of 0X square where P of X belongs to V. Then the trace of the matrix representing T is 0, -1, 1, 3. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഗിവൺ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മാട്രിക്സ് റെപ്രസെന്റ് ചെയ്യാം. ആ മാട്രിക്സിന്റെ ട്രേസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മാപ്പ് തന്നിട്ടുള്ളത് T of P of X is equal to P of 1 plus P of 2X P of 2X plus P of 0X square where P of X belongs to V and T from V to V linear. V is the set of all polynomials of degree less than or equal to 2. V എന്നുള്ളത് പോളിനോമിയൽ സ്പേസ് ആണ്, ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നമുക്കറിയാം ഗിവൺ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആയിട്ട് ആരാ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ബേസിസ് ആരായിട്ട് വരും? 1x x സ്ക്വയർ. ഇനി നമുക്ക് ടിയുടെ കറസ്പോണ്ടിങ് മാട്രിക്സ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ബേസിസ് എലമെന്റിന്റെയും ഇമേജ് അറിയണം. അതിനെ നമുക്ക് ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റണം. ഇവിടെ ടി ഓഫ് 1 എന്താ വരിക? ടി ഓഫ് 1 ഈസ് ഈക്വൽ ടു പി ഓഫ് 1. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ 1 പ്ലസ് പി ഓഫ് 2.
പി ഓഫ് 2 1 ആയിട്ട് മാറും. 1 ഇൻറ്റു എക്സ് പ്ലസ് പി ഓഫ് 0. പി ഓഫ് 0യും അതുകൊണ്ട് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പി ഓഫ് എക്സിന് 0 കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ എക്സ് ഇല്ല. 1 ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ. അത് തന്നെ മതി. സെക്കൻഡ് ബേസിസ് എലമെന്റിന്റെ ഇമേജ് ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് ആര് വരും? പി ഓഫ് 1 എക്സിന് കൊടുക്കുക, അപ്പൊ 1 വരും. പി ഓഫ് 2 എക്സിന് 2 കൊടുക്കുക, 2 വരും. പി ഓഫ് 0 എക്സിന് 0 കൊടുക്കുക, സോ 0 വരും. 1 പ്ലസ് 2 എക്സ് പ്ലസ് 0 എക്സ് സ്ക്വയർ. 1 പ്ലസ് 2 എക്സ് പ്ലസ് 0 എക്സ് സ്ക്വയർ. തേർഡ് ബേസിസ് എലമെന്റിന്റെ ഇമേജ് കാണാം. ടി ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുക്കുന്ന സമയത്ത് ടി ഓഫ് എക്സ് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ആണ്. പി ഓഫ് എക്സ് സ്ക്വയർ ആണ്. പി ഓഫ് 1ന് എക്സിന് 1 സ്ക്വയർ വരും, ദാറ്റ് ഈസ് 1. ഫസ്റ്റ് പാർട്ട് 1 വരും. ഇവിടെ പി ഓഫ് 2 ഇൻറ്റു എക്സ് എക്സിന് 2 കൊടുക്കുന്ന സമയത്ത് 2 സ്ക്വയർ വരും, ദാറ്റ് ഈസ് 4. ആൻഡ് പി ഓഫ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 0. Therefore, we have 1 plus 4x plus 0 x square. 1 into x plus 1 into x square വരും. ഫസ്റ്റത്തെ അതിന്റെ ഇമേജ്. സെക്കൻഡിറ്റത് 1 plus x plus 0 x square. ലാസ്റ്റത്തെ ബേസിസ് എലമെന്റിന്റെ ഇമേജ് 1 plus 4x plus 0 x square. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ ട്രേസ് ഇവാലുവേറ്റ് ചെയ്യുക. മാട്രിക്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തത് 1 എക്സ് എക്സ് സ്ക്വയർ ഈ ബേസിസ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം. ഓൾറെഡി അതേ എക്സ്പ്രഷനിൽ തന്നെയാണ് എടുക്കുന്നത്. 1 എക്സ് എക്സ് സ്ക്വയറിന്റെ ബേസിസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ വേറെ ലീനിയർ കോമ്പിനേഷൻ ആക്കാനൊന്നുമില്ല, ജസ്റ്റ് അതിന്റെ കോഎഫിഷ്യന്റ് തന്നെ പിക്ക് ചെയ്ത് 1 1 1 കോളം വെക്ടർ ആക്കിയിട്ട് അതിനെ എഴുതി. സെക്കൻഡിറ്റതും 1 എക്സ് എക്സ് സ്ക്വയറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ അതിന്റെ കോഎഫിഷ്യൻസിന്റെ കോളം വെക്ടർ 1 0. ലാസ്റ്റത്തതും 1 എക്സ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് ആണ്, സോറി. അപ്പൊ അതിനെ കോഎഫിഷ്യന്റ് വെക്ടർ കോളം വെക്ടർ ആക്കി എഴുതുന്ന സമയത്ത് 1 4 0. ഇതാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ള മാട്രിക്സ്. മാട്രിക്സിന്റെ ട്രേസ് വരിക. ട്രേസ് 1 plus 2 plus 0 that is 3. Hence the given the matrix the trace of the matrix is D option D, the answer is equal to 3. Question: let A be a linear transformation over a finite dimensional vector space B. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എ. എന്നുള്ളത് വിന്ന് വിയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ആൻഡ് റേഞ്ച് ഓഫ് എ ആൻഡ് ആർ ഓഫ് എ ആൻഡ് എൻ ഓഫ് എ ആർ ദ റേഞ്ച് സ്പേസ് ആൻഡ് നൾ സ്പേസ് ഓഫ് എ. എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് റേഞ്ച് സ്പേസും നൾ സ്പേസും തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. ദെൻ എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എ എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: range space of A equal to V and null space of A equal to 0. Second B, range space of A is the domain space and null space of A is empty. Third one, range space of A is 0 and null space of A is V. Last one, range space of A is 5 and null space of A equal to V. അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സും ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഒരേ ബിഹേവിയർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷന് ഇൻവേർട്ടിബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണം. മാട്രിക്സ് ഇൻവേർട്ടിബിൾ ആവാൻ ഒരു n/n മാട്രിക്സ് ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് ദാറ്റ് മാട്രിക്സ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ ഗിവൺ മാട്രിക്സ് ആയിരിക്കണം. ഒരു n/n മാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റാങ്ക് n-ന് ഈക്വൽ ആയിരിക്കണം, ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിരിക്കണം എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം. ഇനി
നേരിട്ട് തന്നെ ബിയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം ബി എന്നുള്ളതിൽ നൾ സ്പേസ് ഓഫ് എ 5 ആണ് പറയുന്നത്. നൾ സ്പേസ് ഓഫ് എ എന്തായാലും ട്രിവിയൽ സ്പേസോ അതിനേക്കാൾ കൂടുതലോ വരും. എം ടി സെറ്റ് ഒരിക്കലും സബ് സ്പേസ് ആവില്ല, വെക്ടർ സ്പേസ് അല്ല. അതേ സാധനം തന്നെ റെയിൻ സ്പേസ് ഓഫ് എ എന്നുള്ളത് ഡൊമൈൻ സ്പേസിന്റെ സബ് സ്പേസ് ആണ്. സോ റെയിൻ സ്പേസ് ഓഫ് എ ട്രിവിയൽ സ്പേസ് ആവാം, അല്ലെങ്കിൽ അതിനേക്കാളും വലുതാവാം. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഇനി റെയിൻ സ്പേസ് ഓഫ് എ 0 ആണോ അതോ റെയിൻ സ്പേസ് ഓഫ് എ വി ആണോ എന്നുള്ളതാണ്. റെയിൻ സ്പേസ് ഓഫ് എ 0, നൾ സ്പേസ് ഓഫ് എ ഈക്വൽ ടു വി എന്നുള്ള ഓപ്ഷനും റെയിൻ സ്പേസ് ഓഫ് എ ഈക്വൽ ടു വി ആൻഡ് നൾ സ്പേസ് ഓഫ് എ ഈക്വൽ ടു 0 എന്നുള്ള ഓപ്ഷനുമാണ് ഉള്ളത്. ഫസ്റ്റ് വൺ നോക്കിയാൽ കാണാം, നൾ സ്പേസ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് 0 ആയതുകൊണ്ട് നൾ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നള്ളിറ്റി ആണ്. 0 സ്പേസിന്റെ ഡയമെൻഷൻ 0 ആണ്. സോ നള്ളിറ്റി ഈക്വൽ ടു 0 വരും. And we have rank plus nullity is equal to dimension of the domain space n. അപ്പൊ ഇവിടെ റാങ്ക് നള്ളിറ്റി 0 ആയതുകൊണ്ട് റാങ്ക് പ്ലസ് 0 is equal to n വരും. ദാറ്റ് ഈസ് റാങ്ക് is equal to മാട്രിക്സിന്റെ റാങ്ക് n. ദാറ്റ് മീൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ്. റാങ്ക് is equal to n. സോ ഓപ്ഷൻ എ ഈസ് ട്രൂ. ഇനി സി പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. നള്ളിറ്റി എൻ ആകുന്ന കേസ് റാങ്ക് ആയിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പൊ രണ്ടും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. എ ശരിയാവും, എ ശരിയാണ്, അതുകൊണ്ട് സി തെറ്റും കൂടെയാണ്. സോ വി കാൻ കൺക്ലൂഡ് ദാറ്റ് ഓപ്ഷൻ എ ഈസ് ട്രൂ. ക്വസ്റ്റ്യൻ, ലെറ്റ് ടി ബി എ ലീനിയർ മാപ്പ് ഓൺ എ ഫൈനൈറ്റ് വെക്ടർ സ്പേസ് വി. Then first one, rank of t is less than dimension of v, rank of t is equal to dimension of v, rank of t greater than dimension of v, rank of t is equal to nullity of v. We have the result relating with rank and nullity. Rank of t plus nullity of t is equal to dimension of v. So ഈ ഒരു സാധനത്തിന് ഈ ഒരു റിലേഷൻ തന്നെ നമുക്ക് റാങ്ക് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയാം. റാങ്ക് ഓഫ് ടിയും നള്ളിറ്റിയും കൂടി രണ്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ ഡയമെൻഷൻ ഓഫ് വി ആണ്. അപ്പൊ ഇതിൽ ഓരോന്നും ഡയമെൻഷൻ ഓഫ് വിനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും. റാങ്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും, നള്ളിറ്റിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. ഹിയർ റാങ്ക് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് വി ക്യാൻസൽ ചെയ്യാം. റാങ്കും നള്ളിറ്റിയും ഈക്വൽ ആവുന്ന സമയത്ത് റാങ്ക് ഓഫ് ടി ഈക്വൽ ടു നള്ളിറ്റി ഓഫ് ടി, രണ്ടും ഈക്വൽ ആകുന്ന സമയത്ത് ഡയമെൻഷൻ ഓഫ് വി എന്നുള്ളത് തെറ്റിപ്പോകും. റാങ്കും നള്ളിറ്റിയും വരുമ്പോൾ n പ്ലസ് n 2n വരും. സോ ഈ കേസും ഫാൾസ് ആയിട്ട് വരും. ഇനി റാങ്ക് ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നാണ് പറഞ്ഞത്. റാങ്ക് മിനിമം നള്ളിറ്റി 0 ആണ്. നള്ളിറ്റി 1 ആണെങ്കിൽ റാങ്ക് എന്തായിട്ട് മാറും? n-1 ആയിട്ട് വരും. ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു n ആണെങ്കിൽ നള്ളിറ്റി കൂടുന്നതിനനുസരിച്ച് റാങ്ക് കുറഞ്ഞു വരും. അപ്പൊ നള്ളിറ്റി 1 ഓ 2 ഓ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു കേസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി തെറ്റും. ഓപ്ഷൻ ബി നള്ളിറ്റി 0 ആകുന്ന സമയത്ത് മാത്രമേ ശരിയാവുള്ളൂ. പക്ഷെ റാങ്ക് ഓഫ് ടി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് ടി എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം. കാരണം റാങ്കും നള്ളിറ്റിയും തമ്മിലുള്ള റിലേഷൻ വെച്ച് റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി. Therefore, rank of t is less than or equal to dimension of v, and if the dimension of null space of t, that means if nullity of t is greater than or equal to 1, then rank of t is strictly less than dimension of v, and hence option A is true. Question, let t from Rn to Rn be a linear transformation. Which of the following statements that t is bijective? Given ഓപ്ഷനിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഗിവൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ബൈജക്റ്റീവ് ആവണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നള്ളിറ്റി ഓഫ് ടി ഈസ് ഈക്വൽ ടു n. സെക്കൻഡ് റാങ്ക് ഓഫ് ടി ഈക്വൽ ടു നള്ളിറ്റി ഓഫ് ടി ഈസ് ഈക്വൽ ടു n. തേർഡ് ഓപ്ഷൻ റാങ്ക് ഓഫ് ടി ഈസ് ഈക്വൽ ടു നള്ളിറ്റി ഓഫ് ടി ഈസ് ഈക്വൽ ടു n. സോറി, റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈസ് ഈക്വൽ ടു n. And last, rank of t minus nullity of t equal to n. ഇതിൽ ഓപ്ഷൻ ബി എന്തായാലും വരൂല. കാരണം ബൈ റാങ്ക് നള്ളിറ്റി തിയറം വി ഹാവ് റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി വിച്ച് ഈസ് ഈക്വൽ ടു n. ഇവിടെ റാങ്കും നള്ളിറ്റിയും ഈക്വൽ ആവുന്ന സമയത്ത്
രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് n എന്നുള്ള കേസ് കിട്ടൂല. ഇനി സി എന്നുള്ള ഓപ്ഷൻ നോക്കാം. റാങ്കും നള്ളിറ്റിയും ആഡ് ചെയ്താൽ n എന്നുള്ളത് ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്കറിയാം റാങ്ക് നള്ളിറ്റി തിയറം ഹോൾഡ് ചെയ്യും. ട്രാൻസ്ഫോർമേഷന് ഇൻവേർട്ടിബിൾ ആണെങ്കിലും ഇൻവേർട്ടിബിൾ അല്ലെങ്കിലും എന്തായിരിക്കും നള്ളിറ്റിയും ആഡ് ചെയ്താൽ n തന്നെയാണ് വരിക. അപ്പൊ ഓപ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിലും ഇൻവേർട്ടിബിൾ ആണ്. അപ്പൊ ഓപ്ഷൻ സി ഉണ്ട് എന്ന് കരുതിയത് കൊണ്ട് ബൈജക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ പറ്റൂല. ഇനി നള്ളിറ്റി ഓഫ് ടി ഈസ് ഈക്വൽ ടു n. ടി ഈസ് ഈക്വൽ ടു n ആകുന്ന സമയത്ത് റാങ്ക് നള്ളിറ്റി തിയറം വെച്ചിട്ട് റാങ്ക് 0 ആയിട്ട് മാറും. ഗിവൺ മാട്രിക്സ് എന്തല്ല ഇൻവേർട്ടിബിൾ അല്ല. 0 ആവുന്ന സമയത്ത് ഗിവൺ മാട്രിക്സ് ഇൻവേർട്ടിബിൾ ആവാൻ ബൈജക്റ്റീവ് എന്നുള്ള കണ്ടീഷൻ അവിടെയും ചെയ്യൂല. അപ്പൊ ആ 3 ഓപ്ഷൻസും നമുക്ക് ആ പറഞ്ഞ് എലിമിനേറ്റ് ചെയ്യാം. ഇനി വാട്ട് അബൌട്ട് ഓപ്ഷൻ ഡി? റാങ്ക് മൈനസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു n ആണ്. റാങ്കും നള്ളിറ്റി ആഡ് ചെയ്താൽ എന്താണ് വരുന്നത്? n ആണ് വരുന്നത് ബൈ റാങ്ക് നള്ളിറ്റി തിയറം ഈസ് ട്രൂ ഓൾവേസ്. ഫസ്റ്റ് കണ്ടീഷൻ എപ്പോഴും ട്രൂ ആണ്. സെക്കൻഡ് കണ്ടീഷൻ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ രണ്ട് ആഡ് ചെയ്താൽ എന്ത് വരും? 2 times rank is equal to 2 times rank plus nullity cancel ചെയ്തു which is equal to 2n. rank is equal to n. rank is equal to n ആണെന്ന് പറഞ്ഞാൽ given matrix നമ്മൾ ഇതേപോലെ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു ഒരു 2-3 ക്വസ്റ്റ്യൻസ് മുന്നായിട്ട്. റാങ്ക് equal to n ആണെന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ടി ഫ്രം വി ടു കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് invertible ആണ്. That means the given linear transformation is bijective. അപ്പൊ given linear transformation bijective ആവാനുള്ള കണ്ടീഷൻ ഡി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ റാങ്ക് n കിട്ടും. ബാക്കി മൂന്നും ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബൈജക്റ്റീവ് കിട്ടൂല. സെക്കൻഡ് കേസ്, തേർഡ് കേസ് സി, രണ്ടു ആവുന്ന കേസിലും ഉണ്ടാവും. ഇൻവെർട്ടിബിൾ ആണെങ്കിലും ഇൻവെർട്ടിബിൾ അല്ലെങ്കിലും ഒക്കെ സി ശരിയാണ്. അപ്പൊ സി ഉണ്ട് എന്ന് കരുതിയത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല. അതേപോലെ ഓപ്ഷൻ എയും ബിയും ഉണ്ടായാലും ഇൻവെർട്ടിബിൾ. ആൻഡ് ഓപ്ഷൻ ബൈ റാങ്ക് നള്ളിറ്റി തിയറം ആൻഡ് ഓപ്ഷൻ ഡി can conclude that if option D satisfies the given matrix is invertible or the given linear transformation is bijective.